നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഏതാനും ദിവസത്തെ ഒരു ശമനത്തിന് ശേഷം വിക്സ് വീണ്ടും സ്പൈക്ക് ചെയ്തു. 6% സ്പൈക്ക് ചെയ്ത് ഇപ്പോൾ ഇന്ത്യ വിക്സ് നിൽക്കുന്നത് 21.6 എന്ന നിലയിലാണ്. അതായത് 2019 ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്ന 30 നിന്ന് ഇനി 9 പോയിന്റ് മാത്രമാണ് വിക്സിന് മുന്നേറാനായിട്ടുള്ളത്. മാർക്കറ്റിൽ വീണ്ടും ചാഞ്ചാട്ട സാധ്യതകൾ കൂടിയേക്കാം. ഇന്നും മാർക്കറ്റ് വളരെയധികം വോളറ്റിലായിരുന്നു. നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ കൂടിയും ബാങ്ക് എക്സും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് ഉൾപ്പെടെയുള്ള മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ന് മിഡ് ക്യാപ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് ഓൾ ടൈം ഹൈ വീണ്ടും ഭേദിച്ചു. സ്റ്റീൽ സ്റ്റോക്കുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റീലിൻ്റെ വില ഉയരുന്നത് കാരണം സ്റ്റീൽ സ്റ്റോക്കുകളിൽ മികച്ച നേട്ടമുണ്ടാക്കി. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റോക്കുകളിലും IRCTC, IRFC തുടങ്ങിയ റെയിൽവേ സ്റ്റോക്കുകളിലും ഇന്ന് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വില ഉയർന്ന് സ്റ്റീൽ സെക്ടറിന് ഗുണം ചെയ്തപ്പോൾ അത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആയിട്ടുള്ള MCXന് അത് ക്ഷീണമായി. MCX ഫോൾ ആയിട്ടുണ്ട്. ഇനി ഇന്ന് പ്രധാനമായിട്ടും ഡ്രാഗ് ചെയ്തിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിലുള്ള ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കമ്പനീസാണ് നിഫ്റ്റിനെ ശക്തമായിട്ട് താഴേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിച്ചത്. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ നിന്ന് ശക്തമായിട്ടുള്ള ബൈങ് കണ്ടു. അദാനി പോർട്ടും അല്ലെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഇന്നിപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ച ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്നതും റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ് എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും ഓട്ടോ സ്റ്റോക്കുകളിലും ഇന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി നമുക്ക് വിശദമായിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണുന്നുണ്ട് സാറ്റർഡേയുടെ ആ ഒരു ട്രേഡിങ് കാണാം. ഓൾമോസ്റ്റ് കൺസോൾഡേറ്റ് ആയിരുന്നു. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് മാർക്കറ്റ് ഏകദേശം ഒരു 100 പോയിന്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് 22,440 സപ്പോർട്ട് എടുത്ത നിഫ്റ്റി അത് തന്നെയാണ് ഇന്നത്തെ ലോയും. അതായത് ഇന്നത്തെ ആദ്യത്തെ 5 മിനിറ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോ അത് തന്നെയാണ് ഇന്നത്തെ ലോ. ഇന്നത്തെ ലോയിൽ നിന്ന് 152 പോയിന്റ് സ്പൈക്ക് ചെയ്ത് ഏകദേശം ഒരു 22,600 പരിസരത്ത് നിഫ്റ്റി എത്തി. അതിനുശേഷം 22,600 പരിസരത്തിൽ നിന്നും 84 പോയിന്റ് ഇടിഞ്ഞ് 22,500 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റി 22,500 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. നിഫ്റ്റി മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ്. നിഫ്റ്റി 27 പോയിന്റും സെൻസെക്സ് 52 പോയിന്റിൻ്റെ ഇടിവുണ്ടാക്കി. നിഫ്റ്റി 27 പോയിന്റിൻ്റെ നേട്ടം ഉണ്ടാക്കിയപ്പോൾ നിഫ്റ്റി ബാങ്കും 151 പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. നിഫ്റ്റിയിൽ ഹിൻഡൽകോ, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റീൽ സെക്ടറുള്ള കമ്പനീസ് നേട്ടം ഉണ്ടാക്കി 3 മുതൽ 5% വരെ. അദാനി പോർട്ടും 3.5% റാലി ഉണ്ടാക്കി. FMCGയിൽ നിന്ന് നെസ്ലെ, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഹീറോ മോട്ടോകോർപ്പും മാരുതിയും, ബാങ്കിങ് സെക്ടറിൽ നിന്ന് ICICI ബാങ്കും IT സെക്ടറിൽ നിന്ന് TCSും ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റിൽ ഇനി നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $4,000 ബിറ്റ്കോയിൻ ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് ഉയർന്ന് 71,000. ഗോൾഡ് $10, അതായത് ഗോൾഡ് 2,450 വരെയൊക്കെ പോയതായിരുന്നു. അപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ഗോൾഡിൽ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ 2,416 തന്നെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രെന്റ് ഓയിൽ $83.18 പെർ ബാരൽ. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഡോ ജോൺസ് റെഡിലാണ് ഉള്ളത്. ഇന്ത്യ വിക്സ് കാണാം 7% സ്പൈക്ക് ഉണ്ടാക്കി 21.9. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ നെഗറ്റീവിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇപ്പോൾ നാളെ ഉള്ളത്. സ്പോട്ടുള്ളത് 47,988. അപ്പോൾ അത് തന്നെയാണ് ഇരുഭാഗത്തും കോളും പുട്ടും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 0.73 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ PCR. സ്ലൈറ്റ്ലി ബെയറിഷ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 48,100, 48,200, 300, 400, 500 തന്നെ ഹയർ കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. പുട്ട് സൈഡിൽ 47,500, 47,000 ഇപ്പോൾ നിലവിലുള്ള സപ്പോർട്ട് സോണായിട്ട് ഉള്ളത്. ഇനി നമുക്ക് മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് കിടക്കാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്നും കൊച്ചിയിലെ ക്ലാസ് റൂമിൽ ഇരുന്നു അതല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ 6 മാസത്തെ സംശയ നിവാരണം ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ആ രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്യാം. ഇനി സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് RVNL ആണ്. RVNL നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തായിരുന്നു. RVNL ബംഗ്ലാദേശിൽ നിന്നെല്ലാം തന്നെ ഓർഡർ കിട്ടിയ ഒരു ന്യൂസ്.
ആർവിനിൽ ഈ ഒരു വർഷം കൊണ്ട് 85% റാലി രേഖപ്പെടുത്തി 345 എന്നൊരു റേഞ്ചിലാണ് ആർവിനിൽ നിൽക്കുന്നത്. ഇന്നും ശക്തമായ ഒരു റാലി ആർവിനിൽ രേഖപ്പെടുത്തി. IRFC കമ്പനിയും 5% റാലി രേഖപ്പെടുത്തി 192 നിൽക്കുന്നത്. മികച്ച ഒരു റിസൾട്ടാണ് ഉള്ളത്. കൂടാതെ തന്നെ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സൺഫാർമയുടെ ഒരു ന്യൂസ്, സൺഫാർമയുടെ സബ്സിഡിയറി കമ്പനിയാണ് ടാരോ എന്ന് പറയുന്ന US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി. അപ്പോൾ അവരുടെ റിസൾട്ട് വന്നു. 12.5% ഒരു സ്പൈക്ക് അവരുടെ സെയിൽസിലുണ്ടായി. അത് കാരണം ഇന്ന് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലെ സൺഫാർമയ്ക്കും നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ശ്രീറാം പ്രോപ്പർട്ടീസ് കമ്പനി ഇവർ ബാംഗ്ലൂരിൽ ഏകദേശം 4 ഏക്കർ ലാൻഡ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് എല്ലാം തന്നെ ബിൽഡ് ചെയ്തതിന് വേണ്ടിയിട്ട് അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന്. കൽപ്പാട്ടൂർ പവർ കമ്പനിയും ഇന്ന് നേട്ടമുണ്ടാക്കി. കമ്പനിക്ക് 7550 കോടി രൂപയുടെ ഓർഡർ സൗദി അരാംകോയിൽ നിന്ന് ലഭിച്ചു. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ന്യൂസ് കവർ ചെയ്തിരുന്നു. IDAനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് നുവാമ എന്ന് പറയുന്ന ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ബ്രോക്കറിംഗ് സ്ഥാപനം IDAയുടെ ടാർഗറ്റ് എല്ലാം തന്നെ റൈസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ IDAക്ക് 20,000 കോടി രൂപയുടെ ഫണ്ട് കിട്ടി. IDA വളരെ താമസിയാതെ തന്നെ ഇവരുടെ താരിഫ് എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ ഇവരുടെ പുതിയ ഒരു മെഡിസിൻ യു എസിലെ ഇവരുടെ ഈ മെഡിസിൻ്റെ സെയിൽസിനെല്ലാം തന്നെ സെയിൽസും ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് US നിന്ന് ഉള്ള അംഗീകാരം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ONGC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 78% ഉയർന്നു. 11,526 കോടി രൂപ കരസ്ഥമാക്കി. 6,478 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്നത്. കമ്പനി 9.75 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബയോകോൺ കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഏതർ ഇൻഡസ്ട്രീസ് കമ്പനി ഇന്ന് Q4 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷെയർ 5% ഇടിവ് രേഖപ്പെടുത്തി. റവന്യൂ 36% ഇടിഞ്ഞു. കൂടാതെ തന്നെ കമ്പനി നെറ്റ് ലോസിലാണ് ഉള്ളത്. ഡേറ്റ പാറ്റേഴ്സൺ കമ്പനി 1000 കോടി രൂപയുടെ സെയിൽസ് ഇവർക്ക് ഡിഫൻസ് സെക്ടറിൽ നിന്ന് ഇവർക്ക് പുതിയ ഓർഡർ കിട്ടുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കമ്പനി കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയാണ് ഡെലിവറി. 12% ഒരു ഇടിവാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വീക്കായിട്ടുള്ളൊരു റിസൾട്ടാണ് പ്രധാന കാരണം. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 49 നിന്ന് 16 കോടി രൂപയിലേക്ക് ചുരുങ്ങി. അരവിന്ദ് ഫാഷൻ ഇന്ന് ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയൊരു കമ്പനിയായിരുന്നു. 49 ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് ഉയർത്താനായിട്ട് സാധിക്കൂ. അരവിന്ദ് ഫാഷൻ കമ്പനി 10 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റൈറ്റ് ഗെയിൻ കമ്പനി ഈ ഒരു ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. റൈറ്റ് ഗെയിൻ കമ്പനി 33 നിന്ന് 50 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. വെൽസ്പൻ ഇൻ്റർനാഷണൽ കമ്പനി 142 കോടി രൂപയിൽ നിന്ന് 77 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റിൽ ചെറിയൊരു കുറവ് കണ്ടു. ടൈഡ് വാട്ടർ കമ്പനി 34 നിന്ന് 42 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. ഇനി നമുക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, ഗോയുടെ എല്ലാം തന്നെ IPO എല്ലാം തന്നെ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്കത് BSEയുടെ സൈറ്റിലൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബിസ്മൈഡ് ട്രേഡിങ്ങിലെ ട്രേഡിംഗ് വിങ് ആയിട്ടുള്ള ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിലെ എല്ലാ ഇൻഫർമേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇതിൻ്റെ എല്ലാം തന്നെ ആൻഡ്രോയിഡ് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഉണ്ട്. നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ നാളെ രാവിലെ 7 കൃത്യമായിട്ട് പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.